നമസ്കാരം. പിണറായിക്കാരി എ ഗേൾ ഫ്രം പിണറായി പോഡ്കാസ്റ്റ്/വീഡിയോ കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിനയ രാഘവൻ. നാട്ടിൽ പിണറായി നിന്നാണ്. ഹെൻസ് ദ നെയിം ഓഫ് ദ ഷോ പിണറായിക്കാരി. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഈഡൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിൽ താമസിക്കുന്നു. എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യക്തികളുടെ ലൈഫ് എക്സ്പീരിയൻസസ്, പോളിറ്റിക്സ്, ഐഡിയാസ്, ആർട്ട് ഇവയൊക്കെയാണ് ഈ ഓൺലൈൻ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ മുഹമ്മദ് അഷീലാണ്. എൻഡോസൾഫാൻ ബാൻ്റെ സമയത്താണ് ഞാൻ ആദ്യം ഈ തീപ്പൊരി ഡോക്ടറിനെ പരിചയപ്പെടുന്നത്. ഡോക്ടറാണ്, പബ്ലിക് ഹെൽത്ത് ആക്ടിവിസ്റ്റാണ്, എബവ് ഓൾ ഒരു പീപ്പിൾസ് പേഴ്സണാണ്. സോ ലെറ്റ്സ് വെൽക്കം ഡോക്ടർ അഷീൽ. സോ വെൽക്കം ടു മൈ ഷോ അഷീൽ. താങ്ക് യു കേട്ടോ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി പണ്ട് ഓർമ്മയുണ്ടോ നിങ്ങൾ 2011 എൻഡോസൾഫാന്റെ ആ ബാൻഡ് ശേഷം നിങ്ങളടുത്ത് സംസാരിച്ചത് മെനി ഇയേഴ്സ് അഗോ. അപ്പൊ ശരിക്കും നിങ്ങളും ഒരു റോക്ക് സ്റ്റാർ ആണ്. ബട്ട് എനിവേ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ഐ തിങ്ക് ലെറ്റ്സ് ഹിയർ ഫ്രം യു ഓൺലി. ഡോക്ടർ അഷീൽ ആരാണ്? ഞാൻ ആരാണെന്നുള്ള ചോദ്യമാണല്ലോ എല്ലാവരും അന്വേഷിക്കുന്നത്. ഒരു സെന്റൻസിൽ പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പബ്ലിക് ഹെൽത്ത് ആക്ടിവിസ്റ്റ് ഫോർച്ചുനേറ്റ് ടു ബി പെയ്ഡ് ബൈ ദി ഗവൺമെന്റ് ഫോർ ഇറ്റ്സ് ആക്ടിവിസം എന്നായിരിക്കും ഒരു പക്ഷേ. ഇതല്ല ഒരു ബീങ് ആൻ ആക്ടിവിസ്റ്റ് ആൻഡ് പെയ്ഡ് ബൈ ദി ഗവൺമെന്റ് ഈസ് സംതിങ്, ഒരു ഡ്രീം ജോബ് ആണല്ലോ. അതാണ് ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോറലി ഭയങ്കര സാറ്റിസ്ഫൈങ് ആണല്ലേ? തീർച്ചയായിട്ടും വളരെ സാറ്റിസ്ഫൈങ് ആണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്നു, വിത്ത് ഓൾ ഇറ്റ്സ് ലിമിറ്റേഷൻസ് അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം അതൊരു സന്തോഷം തന്നെയാണ്. when we do all these things, ഞാൻ എപ്പോഴും മനസ്സിൽ വെക്കുന്ന എഡ്മണ്ട് ബർക്ക് എന്നുള്ള ഒരു ജർമ്മൻ ചിന്തകന്റെ ഒരു സെന്റൻസ് ഉണ്ട്. എന്നാല് those who are involved in great public health schemes should be public health activities should be proof against the most mortifying delays, most shameful insults, and above all the presumptuous judgment of the ignorant. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് നല്ല സുഖമാണ്. സോ അഷീൽ ആക്ച്വലി ഡോക്ടർ ആയത്, വാസ് ഇറ്റ് സംതിങ് ലൈക്ക് നമ്മൾ സാധാരണ നമ്മള് ഒരു അബവ് ആവറേജ് സ്റ്റുഡന്റ് ആവുമ്പോ എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ അങ്ങനെയാണോ, അതോ യു ഹാഡ് ലൈക്ക് സംതിങ് അതർ ദൻ സം അതർ ഇന്നർ പാഷൻ മെഡിസിൻ എടുക്കാൻ? 4ാം ക്ലാസ് വെച്ചിട്ട് തൊട്ട് ആള് അംബിഷൻ എന്താന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു 7ാം ക്ലാസ് വരെ ഡോക്ടറാണെന്ന് പറയായിരുന്നു. പക്ഷെ പിന്നീട് എന്തോ അത് നടക്കില്ല എന്ന് തോന്നിയോണ്ടായിരിക്കും. എന്റെ ഫാമിലിയില് ഏഴായാലത്തും ഡോക്ടേഴ്സ് ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ 4ാം ക്ലാസ്സിൽ ആംബിഷൻ ചോദിച്ചപ്പം അതൊക്കെ പറയായിരുന്നു ഈ ഡോക്ടർ ആവണമെന്നൊക്കെ. എന്നെ 4ാം ക്ലാസ്സിൽ പഠിച്ച ടീച്ചർ പിന്നെ പറഞ്ഞത്. അതിനുശേഷം ഈ കോളേജിൽ എത്തിയപ്പം പ്രീ ഡിഗ്രിയില് ആർട്സും സ്പോർട്സ് ആയിട്ട് നടന്നു. എന്നിട്ട് പ്രീ ഡിഗ്രിയിൽ ഒരു ബാലകൃഷ്ണൻ മാഷാണ് പിന്നീട് എൻട്രൻസ് എഴുതാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അത് ഇഷ്ടമില്ല, നേരത്തെ ഇഷ്ടമില്ലാനിട്ടല്ല, പക്ഷെ കിട്ടുമെന്ന് അറിയാനിട്ടാണ്. അപ്പൊ എൻട്രൻസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അങ്ങനെ എൻട്രൻസ് എഴുതി കിട്ടി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ പഠിച്ചു വന്നു. അപ്പൊ ആഗ്രഹിച്ചു വന്നാണെന്ന് വെച്ചാൽ ആഗ്രഹിച്ചാണ്, പക്ഷെ എന്റെ ഇടക്കൊന്ന് വിട്ടതാണ്. പക്ഷെ പിന്നീട് ആ ട്രാക്കിലേക്ക് വരുന്ന രീതി ഉണ്ടായി, ഇൻസ്പിറേഷൻസ് ഉണ്ടായി അല്ലേ? പിന്നെ പബ്ലിക് ഹെൽത്ത്, അപ്പോ പബ്ലിക് ഹെൽത്ത് ആണ് MPH അല്ലേ നിങ്ങൾ ചെയ്തത് അല്ലേ, ശ്രീചിത്രന്ന്? സോ വൈ വാസ് ദാറ്റ്, വാട്ട് വാസ് ദി ഇൻസ്പിറേഷൻ ഫോർ ദാറ്റ്? അത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ട 2 സബ്ജക്ട്, ഒന്ന് സർജറിയും മറ്റേത് പബ്ലിക് ഹെൽത്തും ആയിരുന്നു. ഈ അതിൽ ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായ സമയത്ത് സംഹൗ ഒരു ചൂസ് ചെയ്യണം. either we have to go for public health or surgery. 2 ഭയങ്കര വ്യത്യസ്തമായ ഫീൽഡാണ്. അപ്പോ പല സജഷൻസും വന്നു, പല ആഗ്രഹങ്ങളും വന്നു. പബ്ലിക് ഹെൽത്തിൽ പോകുന്ന സമയത്ത് ഓൾവേസ് എ ഡേഞ്ചർ ഓഫ് നോട്ട് ബിക്കമിങ് ദ ടിപ്പിക്കൽ ക്ലിനിക്കൽ ഡോക്ടർ ആവാനുള്ള ഒരു. അതുകൂടാതെ ഞാൻ അത് പഠിക്കുന്ന സമയത്ത് 2008 എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് വാസ് നോട്ട് സോ ഇൻട്രസ്റ്റിംഗ്. ഇപ്പാണ് പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് ലോകം മനസ്സിലാക്കുന്നത് COVID-19 സമയത്താണ്. അപ്പോ അതിനെ ആ സമയത്തൊന്നും പബ്ലിക് ഹെൽത്ത് അത്ര വലിയ സോട്ട് ആഫ്റ്റർ ആയിരുന്നില്ല. പക്ഷെ വൺ തിങ് വിച്ച് ആക്ച്വലി ചേഞ്ച്ഡ് മൈ perspective about public health was an experience which was shared by എന്റെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം he actually taught me in Srijitra. When I joined public health, I was of two minds that whether I should pursue in public health or
get a public health MPH and go to surgery എന്തെങ്കിലും ചെയ്യണമല്ല. But that ഇത് വിട്ടത് എന്ത് ഫുൾ ടൈം പബ്ലിക് ഹെൽത്ത് ആവാനുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നുണ്ടായത് was inspired by Richard Cash എന്നുള്ള Harvard University professor used to come to Srijitra for ഒരു international policies നെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി. Then he shared something which actually is interesting. അത് വെച്ചാൽ you know what's the last ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് മെഡിക്കൽ ഇൻവെൻഷൻ? പെൻസിലിൻ ആണോ? I don't know when it was. Second. Second ആണ്. Close ആണ്. Penicillin is the second greatest last millennium. അതിന്റെ കഥ എന്ന് പറയുന്നത് 1969 1969 അന്ന് ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ടീമിന്റെ കൂടെ റിച്ചാർഡ് കാഷ് എന്നെ പഠിപ്പിച്ച സാറ് അടുപ്പം വളരെ വയസ്സായി കേട്ടോ. അയാൾ ഒരിക്കൽ ഇത് ഇവിടത്തേക്ക് പോയി, ഈ ബംഗ്ലാദേശിലേക്ക് കോളറ എപ്പിഡമിക് മാനേജ് ചെയ്യാൻ വേണ്ടി പോയി. ആ കോളറ എപ്പിഡമിക്കിന്റെ സമയത്ത് ആളുകള് ഈ ഡയറി ആയിട്ട് കുട്ടികളൊക്കെ ഡയറി ആയിട്ട് ആശുപത്രിയിൽ എത്തുന്നു. അവിടെ കോളറ കോട്ടം എന്നൊരു സാധനമുണ്ട്, നടുക്കൊരു ഹോൾ ഇട്ടിട്ട് അവിടെ കുട്ടിയെ കിടത്തും. കാരണം ഡയറിയ പോകുന്ന പോട്ടെ അതിന്റെ IV ഫുഡ് കയറ്റിക്കൊണ്ടേയിരിക്കും. അപ്പം പക്ഷെ പല കുട്ടികളും അങ്ങനെ മരണപ്പെടും. കാരണം മിക്കവാറും കുട്ടികൾക്ക് ആശുപത്രിയിൽ എത്താൻ പറ്റില്ല, വളരെ ഡീഹൈഡ്രേറ്റ് ആയിട്ട് ആശുപത്രിയിൽ എത്തുക, സിവിയർ കേസ് ആശുപത്രിയിൽ എത്തുന്നതുകൊണ്ട് തന്നെ മരണസാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് സാർ എന്ന് പറഞ്ഞത് ഇങ്ങനെയാ, സാറിന്റെ എക്സ്പീരിയൻസ് പറയുന്നത് പറഞ്ഞ we all were desperately searching for some other way and the only way we could find is mouth. And then came the greatest invention of the last millennium, medical invention of last millennium, which was just a sentence. It's not ORS actually, it was just a sentence which says that pitte dosam patrangalil oru artha vannu, that is 1 teaspoon of sugar and 1 pinch of salt in 1 glass of water. ആർക്ക് ഏതെങ്കിലും കുട്ടിക്ക് ഡയറി ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറഞ്ഞു. And that can save lives. And that is reported to have saved life to 2.8 crore കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു എന്നാണ് പറയുന്നത് കഴിഞ്ഞ മില്ലേനിയം. ഇനി എത്ര കാർഡിയോളജിസ്റ്റുകളും എത്ര സർജൻസും എത്ര ജന്മം ജനിച്ചാലും അത്രയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. Very few, very small decisions and very pertinent decisions in public health can change life of millions of people. So that made me think that public health is the best area, because you cannot actually blame the politicians, blame the people of not enacting not acting based on science. Why did you not select that? Why didn't you raise a question where you can actually advise the government in doing that? So that is something a public health gives a confidence in doing it. That's really fair. You involved in public health policy making, you involved in public health activities, then you actually change millions of people's lives. So you can save lives in big amount, and not only that, you can actually build systems, you can build the health systems and everything, the social determinants of health, almost everything under sun is regarded health, because and more maybe above sun also, that is something else. So like ലോകത്തിലെ എല്ലാ തീരുമാനങ്ങളും എല്ലാ സാധനങ്ങളും ആരോഗ്യ മേഖലയെ ബാധിക്കും. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യം പറയുന്ന പോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ. റുഡോൾഫ് വിർഷോൺ ഒരു വാക്കുകളുണ്ട്, അതായത് ഇറ്റ്സ് ഒരു ലോങ് വാക്കാണ്, ചുരുക്കി പറഞ്ഞാൽ ഹെൽത്ത് ഈസ് പൊളിറ്റിക്സ് ഇൻ ലാർജ് എന്നാണ്. അതായത് ഹെൽത്ത് എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് ബേസിക്കലി. ആരോഗ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഇഫ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ദാറ്റ്, ഒരു സ്വിറ്റ്സർലാൻഡിൽ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോഴും തെക്കൻ സുഡാൻ സൗത്ത് സുഡാനിലെ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോഴും സൗത്ത് സുഡാനിലെ സ്ത്രീ മരണപ്പെടാൻ വേണ്ടി സ്വിറ്റ്സർലാൻഡിനേക്കാൾ 400 ഇരട്ടി ചാൻസസ്. Which means that looking at the biology, തെക്കൻ സുഡാനിലെ ആളുകൾക്കാണ് കുറച്ചും കൂടി ഫിസിക്കലി ഇൻ ദ സെൻസ് ദാറ്റ് അവർക്കാണ് കുറച്ചും കൂടി എന്താ പറയാ എൻഡ്യൂറൻസ് കൂടുതലുള്ളത്. കാരണം they actually toughest situations, but still they are most probable to die എന്നതാണ്. That is something which അത് കോണ്ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. So something with the importance of public health. പബ്ലിക് ഹെൽത്തിൽ MBBS പഠിക്കുന്ന സമയത്ത് ഒരു പാർക്കിന്റെ ഒരു പുസ്തകമുണ്ട്. അപ്പൊ എല്ലാവരും ആ പാർക്ക് എന്ന് പറയുന്നത് പാർക്ക് പുസ്തകത്തോട് ഭയങ്കര പുച്ഛമായിരുന്നു. കാരണം
basically in a science where everything is related to the anatomy, anatomy, physiology, biochemistry, something very different that you look at the society, you look at the people's interactions, you look at the policy making. All these things are not really doctor's job on the thorn. So that is, but now everyone understands that it's a very relevant thing, and it must be actually demand MPH അല്ലേ, പബ്ലിക് ഹെൽത്ത് റെൽം. പൊതുവിൽ ഇവിടെ ഒരു റിപ്പോർട്ട് ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു UK-ന്റെ കോവിഡ് വെച്ചാൽ സംതിങ് അബൌട്ട് ബ്ലാക്ക് ആൻഡ് എത്നിക് മൈനോറിറ്റി, ബ്രൗൺ പീപ്പിൾ ആൻഡ് ബ്ലാക്ക് പീപ്പിൾ, അവരാണ് കൂടുതൽ മരിക്കുന്നത് ഇവിടെ. ആൻഡ് അത് അശ്വിനി പറഞ്ഞ പോലെ ഫൈനലി ഇറ്റ് ഇസ് ഡൗൺ ടു പൊളിറ്റിക്സ് ഓൺലി. സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതൽ തിങ്ങി പാർക്കുന്നത് ബ്ലാക്ക് ആൻഡ് ബംഗ്ലാദേശീസും ആഫ്രിക്കൻ ബ്രിട്ടീഷ് പീപ്പിൾ ഒക്കെയാണ്. അപ്പൊ അവരുടെ there's no enough investment in housing there. അതുകൊണ്ട് കുറെ പേര് ഒരുമിച്ച് താമസിക്കുന്നു, അടുത്തടുത്തുള്ള ഫ്ലാറ്റുകളിലും മേലെയും താഴെയൊക്കെ ആയിട്ട് താമസിക്കുന്നു. അതുകൊണ്ട് അവർക്ക് കൂടുതൽ കൊറോണ കാരണം കൂടുതൽ പേര് മരിച്ചിരിക്കുന്നത് ആ ഗ്രൂപ്പിൽ നിന്നാണ്. ഇറ്റ് ഈസ് ഫൈനലി റിലേറ്റഡ്. നിങ്ങള് I know there's loads of things reported about Kerala COVID story, പക്ഷെ അശീലിന്റെ front line experience എന്താണ്? How was it going in Kerala? How was it? I know it's been a brilliant response by our people, but still, there's a risk of cases going up now. No, that one thing is that right from the start, our objectives are basically two. One is to decrease the local spread, and second one is to decrease to keep the minimum spread and minimum deaths. Why don't we actually look into the number of cases? We actually did not look into the number of cases, because number of cases in Kerala grossly depends upon number of imported cases. അതായത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ തേർഡ് ഫേസിൽ 90% of the cases, what you say as the increased number of cases, that is 90% of the cases are imported cases, either from abroad or from other states. So which means that 10% മാത്രമാണ് spread, which again means that 10% spread means the R0, the basic reproductive number, which is to be kept less than 1 so that we don't have an epidemic. R0 here is less than 0.125, which is very good, alle? Which is very, very good. So which is so that's the reason why we actually intend to അതാണ് അതിന്റെ ഒരു മെസ്സേജ്. അവർ നമ്മുടെ ഒരു ഇതിന്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റും R0 കുറക്കാന്നുള്ളത് അത് ആദ്യം തൊട്ടേയുള്ള സാധനമാണ്. സോ അവർ ഫസ്റ്റ് നമ്മളുടെ മൊത്തം പറയുകയാണെങ്കിൽ 3 ഫേസ് ആയി തിരിക്കാം. അവർ കോവിഡ് റെസ്പോൺസ്, കോവിഡിന്റെ മൊത്തം ഇവിടെ വന്ന എപ്പിഡമിക്കിനെ 3 ഫേസ് ആയി തിരിക്കാം. ഫസ്റ്റ് ഫേസിലാണ് വുഹാൻ സിറ്റിയിൽ നിന്ന് വന്ന ആദ്യത്തെ 3 കേസ്. കേരളത്തിലെ എപ്പിഡമിക് റെസ്പോൺസ് സ്റ്റാർട്ടഡ് ഇപ്പം WHO സെക്കൻഡ് വീക്കിൽ ഓഫ് ജനുവരിയാണ് പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട്. As early as നമ്മുടെ ആ WHO പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ we actually published the first order saying that we should be vigilant about this. And in the first 21st itself, we actually came out with the first guidelines of 31st January and started screening. And we were able to detect the first case, confirm the first case on 30th of January. Report the first case means there may be other cases which occurred in India which was unreported. And various part of the world which went unreported, that's why the epidemic happened. Now these three cases in Asia, then we were waiting for, we did not have a local epidemic. ഒരാൾക്ക് പോലും എപ്പിഡമിക് പറഞ്ഞിട്ടില്ല, ഒരാൾ പോലും മരിച്ചിട്ടില്ല. So it's a dream that R0 is equal to 0. That's the basic reproduction number. Actually, basic reproduction number of a disease means how many numbers a person can actually transmit. So it should be less than 1 so that you don't have an epidemic. So when we actually kept it less than 0.5. So we intention is to keep less than 1, but we have kept it less than 0.5. Means one person is not giving even to 0.5%. I see. So by this logic that how it works is like
നമ്മുടെ ഫസ്റ്റ് ഇതിൽ സെറ്റപ്പിന്റെ അകത്ത് നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സെക്കൻഡിൽ നമ്മൾ ഒരാൾ വരിക, ഹാഡ് വി മിസ്ഡ് ഇറ്റ്, ഈ 3 കേസിനെ മിസ് ചെയ്തിരുന്നെങ്കിൽ we would have lakhs of cases just out of that 3 cases. That because 3 cases in 5 years gives to 9 cases, from 9 cases it gives to 27 cases, and 27 cases gives to 27 into 3, and 27 3 into 3, that's add it on. And ഒരു ചെസ് ബോർഡ് ഫിനോമിനൻ എന്ന് പറയും. അതായത് അതറിയോ, ചെസ് ബോർഡിന്റെ കളി അറിയോ? അറിയോ? ഈ എന്താണ് അനാലജി മനസ്സിലായിട്ടില്ല, അനാലജി പറയൂ. ചെസ് ബോർഡിനകത്ത് നമ്മൾ ആദ്യത്തെ കള്ളിയില് ഒരു അരിമണി വെച്ച് നിറച്ചു, രണ്ടാമത്തെ കള്ളിയിൽ 2 അരിമണി വെച്ച് നിറച്ചു, മൂന്നാമത്തെ കള്ളിയിൽ 4 അരിമണി, 8, 16, 32 അങ്ങനെ വെച്ച് നിറച്ചു. എക്സ്പോണൻഷ്യൽ ആണല്ലേ. 27th അരിമണിയിൽ ഇതിലെ കള്ളത്തിൽ വെക്കണമെങ്കിൽ യു നീഡ് ടു ഹാവ് 2 crore അരിമണി. അതാണ് അതാണ് കാരണം യു ഹാവ് last week if it is 33, this week it would be 1,20,000. 33,000 ഉള്ളത് 1,20,000 ആവും. So that's the way it actually goes. So this is so ആദ്യത്തെ ഇനീഷ്യൽ റെസ്പോൺസസ് ഹാവ് മെയ്ഡ് എ ബിഗ് ഡിഫറൻസ് അല്ലെ. കാരണം ഇവിടെ ഇപ്പൊ ഇവിടെയുള്ള ഒരു സേജ് എന്ന് പറഞ്ഞ ഒരു സയന്റിഫിക് ഗ്രൂപ്പാണ്, ബോഡിയാണ് ഗവൺമെന്റ് അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ മിനിറ്റ്സ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് 2 weeks ബിഫോർ ഇവിടെ ലോക്ക്ഡൌൺ തന്നെ മാർച്ച് എൻഡിലാണ്. അതിന് മുമ്പേ തന്നെ ഇവർ പറഞ്ഞായിരുന്നു ലോക്ക്ഡൌൺ, ആൻഡ് ദർ വാസ് നോ റെസ്പോൺസ് ഫ്രം ദ ഗവൺമെന്റ് ടു ഡു എ ലോക്ക്ഡൌൺ. 20,000 ആൾക്കാരെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു 2 weeks മുമ്പേ ചെയ്തിരുന്നെങ്കിൽ എന്നാണ് ഇപ്പം സയന്റിസ്റ്റുകൾ പറയുന്നത്. ഈ 2 weeksന്റെ ഇപ്പം പറഞ്ഞല്ലോ, ഈ ഏർലി റെസ്പോൺസിന്റെ അഡ്വാൻറ്റേജ് വളരെ കൂടുതലാണ്. ഇപ്പൊ നമ്മളവിടെ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയും. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് തൊട്ട് നമ്മളൊരു ഡിനയൽ ഫേസിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ UK സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാല് 3 things went wrong എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡിനയൽ, ഇങ്ങനെ ഒരു എപ്പിഡമിക് ഉണ്ട് എന്നുള്ള കാര്യം ഡിനൈ ചെയ്യാന്നുള്ളത്. Then they thought that the herd immunity would set in fast, which is not a reality. അതങ്ങനെ ചെയ്യത്തില്ല. You cannot let a population, herd immunity cannot be taken as a strategy. It's just a natural evolution of a disease. You cannot take it as a strategy because herd immunity once it's taken as a strategy. So 50% ആൾക്കാർ മരണപ്പെടുന്നു, അതിൽ 1% ഡെത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിലാണെങ്കിൽ that means 1,60,000 deaths and 1,67,000 people getting infected. ഭയങ്കര വളരെ വലിയ നമ്പറാണ്. So even 50% ആണെങ്കിൽ പോലും, but for herd immunity to set in, herd immunity threshold for COVID-19 is above 60%. So that is on one end. And the other part is that ഈ റിവേഴ്സ് ക്വാറന്റൈനിന്റെ കാര്യം അവിടെ കാര്യമായിട്ട് പാലിക്കപ്പെട്ടിട്ടില്ല. UK when the death was around 33,000, 12,500 of the deaths happened in care homes. അറിയാലോ, 50% അതെ 50% താഴെ 12,500 of 33,000. So that happened in care homes. Why? Because അവിടെ ഒരു റിവേഴ്സ് ക്വാറന്റൈൻ സംവിധാനങ്ങൾ ശക്തമായിരുന്നില്ല. അവിടത്തേക്ക് വൈറസ് അവിടെ എത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പൂർണ്ണമായിരുന്നില്ല. ഇപ്പൊ നമ്മൾ തുടക്കം തൊട്ടേ ചെയ്തിരുന്ന ഈ പറഞ്ഞ കേസ് ഫെറ്റാലിറ്റി റേറ്റ് കുറക്കാനും മറ്റേ R0 കുറക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ പ്രധാനമായിട്ടും അതിന് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ 4 എന്ന് പറഞ്ഞാൽ, ഒന്ന്, വൈറസ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ആളുകൾ അല്ലെങ്കിൽ വൈറസ് സമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള ആളുകളെ അതിൽ നിന്ന് മാറ്റുക എന്നുള്ളത്. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ വൈറസ് കൊണ്ടുവരുന്നവരും പൊട്ടൻഷ്യൽ വൈറസ് സമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ളവരും അവരെ ശ്രദ്ധിക്കാറില്ല. അവരുടെ മുകളിൽ നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജി ട്രേസ്, ക്വാറന്റൈൻ, ടെസ്റ്റ്, ഐസൊലേറ്റ്, ട്രീറ്റ് എന്നാണ്. അൺലൈക്ക് ഇത് UK മറ്റേ അവിടെയൊക്കെയുള്ള ടെസ്റ്റ് ആണ് സ്ട്രാറ്റജി. But it's when it's backed by a strong public health system, it's like trace, quarantine, test, isolate, treat. So our their strength lies in the decentralized public health infrastructure. So our കേന്ദ്രീകൃത ആരോഗ്യ സംവിധാനങ്ങളുടെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ട് what we are trying to do is to trace and quarantine the people so that the virus does not reach the population. And among the quarantined and the people who are probably contact with them and the people who are പൊതു പ്രവർത്തകര്, മറ്റേ കോണ്ടാക്ട് വരാൻ ഓട്ടോ ഡ്രൈവേഴ്സ്, കാർ ഡ്രൈവേഴ്സ്,
എവിടെയെങ്കിലും ഇവർ മറ്റൊരു കോൺടാക്ട് വരാനുള്ള എല്ലാവരെയും സെന്റിനൽ സർവേലൻസ് കൊണ്ടുവരിക, ഇവർ റുട്ടീൻ സർവേലൻസ് കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു സിസ്റ്റം ഏർപ്പെടുത്താൻ ഫോക്കസ്ഡ് സ്ട്രാറ്റജിക് ടെസ്റ്റിംഗ്. And then when we found positive, and also at looking at whether we are missing നോക്കാൻ വേണ്ടി we always keep our test positivity rate less than 2, so that we know that it's we are within adequately testing. Whereas that test positivity rate of UK അവിടെ ഇരിക്കുന്നുണ്ട് പറയുന്ന is compared to that is around 13, which is grossly inadequate. So even having a test strategy, that the testing there is grossly inadequate because the test positivity rate is more than 30. Now then come ideally should be less than 2. It means when you test 100, you should be getting less than 2 people only as positive. So now coming to the ഇതിന്റെ അതിനുശേഷം ആ ടെസ്റ്റിന് ശേഷം അവർ ഐസൊലേറ്റ് ചെയ്ത് സ്ട്രിക്റ്റ് ഐസൊലേഷനാണ്. When one test positive, we actually send ambulance to them, take them to the hospital and keep them there and treat and leave. But ടെസ്റ്റ് ക്വാറന്റൈൻ, ട്രേസ് ക്വാറന്റൈൻ, ടെസ്റ്റ് ഐസൊലേറ്റ്, ട്രീറ്റ് എന്നാണ് നമ്മൾ ഇവരെ സംബന്ധിക്കുന്നത്. Then അഥവാ വൈറസ് സമൂഹത്തിൽ എത്തിക്കഴിഞ്ഞാൽ then before reaching the vulnerable population we have to block it. That's why we have something called break the chain campaign. The idea of break the chain is basically depend on my initial story of this one. ഇത് കോളറയുടെ ആ കോളറ സമയത്ത് എടുത്ത ആ സെന്റൻസ് അല്ലേ? So we are actually on a breakfast. I was having a breakfast with Honorable Minister. I told her that in this situation I will tell you a story, and she was very much interested to see. And the very next day, on the same day, we decided to go to campaign, and the same day ടീച്ചറിനെ അതിങ്ങനെ പ്രഖ്യാപിക്കുകയാണ് അന്ന് ദിവസം തന്നെ ലോഞ്ച് ചെയ്തല്ലേ. അപ്പൊ അങ്ങനെ അതെല്ലാവരും ഏറ്റെടുത്ത് ഒരു വലിയൊരു ക്യാമ്പയിനായിട്ട് മാറുകയും ആ ക്യാമ്പയിന് വലിയൊരു 3 ലക്ഷത്തോളം ഹാൻഡ് വാഷിംഗ് കൗണ്ടറുകളും അതിന്റെ മാസ്ക്, ഇപ്പൊ നമ്മുടെ അതിന്റെ മുദ്രാവാക്യം SMS എന്നാണ്, പുറകെ കാണുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നല്ല. സോ ദാറ്റ് ഈസ് അതാണ് അതിന്റെ ഒരു ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ആയിരുന്നു. ഇനി അത് ക്വാറന്റൈൻ, അതായത് കാറ്ററിംഗ് ദ പീപ്പിൾ ഹു ആർ പൊട്ടൻഷ്യലി കാരിയേഴ്സ്, then the break the chain of transmission and reverse quarantine to see that the vulnerable population virus എത്തുന്നില്ല എന്ന് ഉറപ്പിക്കാം. So this is the basic, അങ്ങനെയാണ് different stages അല്ലേ, basic strategy of intervention. Okay. അപ്പൊ ഇനി നമ്മുടെ ലോക്ക്ഡൌൺ 1 ലോക്ക്ഡൌൺ 2 കഴിയുമ്പോൾ we have brought down our number of cases to 0, that is new negative cases to 0, and also our active cases to less than 3%. Then we know that in this phase we are ആളുകൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടുന്ന് വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ലോക്ക്ഡൌൺ 1 ലോക്ക്ഡൌൺ 2 if they have been able to come take down their active cases to 0, നമ്മളിപ്പം ന്യൂ കേസസ് ടു 0 എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ we don't have an epidemic now. ഇപ്പം ഈ കേസസ് ഉണ്ടാവില്ലായിരുന്നു അല്ലേ, അറ്റ്ലീസ്റ്റ് അതർ സ്റ്റേറ്റ്സിലുള്ള കേസ് ഉണ്ടാവില്ല. Now we are രണ്ട് സൈഡിൽ നിന്ന് ഇപ്പം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല തന്നെയാണ്. പക്ഷെ ആക്ച്വലി ദാറ്റ് ഷുഡ് ബി നമ്മുടെ ട്രേസിംഗ് ക്വാറന്റൈൻ എന്നുള്ള സ്ട്രോങ് ഭാഗത്തിന്റെ അകത്ത് ഒരു വിള്ളൽ ഉണ്ടാകാൻ പാടില്ല. Because just everything, because when you look at the population distribution and the demographics and the epidemiological things, we are one of the most vulnerable people on earth. Because we have ഡെൻസിറ്റി കൂടുതലല്ലേ നമ്മുടെ ഇറ്റലിയിലെ ഡെൻസിറ്റിയുടെ 4 ഇരട്ടി ഡെൻസിറ്റി. ഇറ്റലിയില് 212 ആണ്, നമ്മുടേത് 860 ആണ്, 859 ദെൻ ഈസ് ഇന്ത്യയുടെ ആവറേജിന്റെ ഡബിൾ ആണ്, 410, ഇന്ത്യയിൽ 420, ആൻഡ് വി ഹാവ് 860, ഡബിളിനെക്കാളും കൂടുതൽ. ദെൻ അതാണ് നമ്മുടെ ഒരു ഡെൻസിറ്റി വെച്ചിട്ട്. ആൻഡ് ഇറ്റ്സ് എ ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസിന്റെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ളവരാണ്, ഏറ്റവും കൂടുതൽ വയോജനുള്ളതാണ്, ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളതാണ്, ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആളുകളിലാണ്, ഏറ്റവും കൂടുതൽ എപ്പിഡെമോളജിക്കൽ ട്രാൻസിഷൻ വന്നിട്ട് വി ഹാവ് എ ഡെമോഗ്രഫിക് ട്രാൻസിഷനോടൊപ്പം എപ്പിഡെമോളജിക്കൽ ട്രാൻസിഷൻ വരുന്നത് കൊണ്ട് വി ഹാഡ് എ കൈൻഡ് ഓഫ് ഡബിൾ burden of having infectious diseases at the same time and the non-communicable diseases. അങ്ങനെയൊക്കെ നിൽക്കുന്ന രോഗാതുരരായ വളരെ അങ്ങനെ നിൽക്കുന്ന ഒരു പോപ്പുലേഷനാണ്. ആ പോപ്പുലേഷന്റെ ഇടയിലേക്കാണ് കൊറോണ വരുന്നത്. That is the problem what we are facing. So blocking it by public health measures is the best thing we can do, because looking at the number of
it's a tertiary and secondary and tertiary care facility. Italy had the one of the had have the and also have second well resourced, considering 1,000 facilities per 1,000 population which took a ventilator ICU bed. They have the second highest proportion of ventilators for 1,000 people. So still our death out in angle this is uncomparable. So there is all probability that we end up having a big epidemic. So this is something which is actually so what we are strongly depending upon is three major strengths in our arsenal. One is a decentralized health system. Other thing is a legacy of people's movement like literacy movement, decentralized movement. And third one is the deep penetration of information. If we say something, that information gets penetrated to the last person because of the literacy and education we have. So and a well-resourced health system. These are the things which we has helped us, and helping us. സൂപ്പർസ്റ്റിഷൻ ഒന്നും ഇല്ലെങ്കിലും ടച്ച് വുഡ് സ്റ്റിൽ ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര ഒരു ഉള്ളിലൊരു പേടിയുണ്ട്. ഈശ്വര, ഇതൊന്നും ഇനി നെഗറ്റീവായിട്ട് പറയേണ്ടി വരില്ലേ എന്ന്. കാരണം എപ്പോഴും ഇങ്ങനെ കേസസ് കൂടുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ആദ്യമാണ്. കൂടുതൽ ടെൻഷൻ അടിക്കണ്ട, കോണ്ടാക്റ്റുകളും ഡെത്തും കൂടുതൽ ടെൻഷൻ അടിച്ചാൽ മതി. കേസസ് കൂടുന്നതിൽ ടെൻഷൻ അല്ല, കേസസ് കൂടുന്നതിൽ സന്തോഷമാണ്. ഇത് പണ്ടാരം പറഞ്ഞ ഈ വിജു മേനോൻ സിനിമയിൽ പറഞ്ഞ പോലെ അത് മാത്രം പറയരുത്. Ideally speaking, cases, the only thing is that the cases, we don't have a hold on the cases because imported cases, whether we can able to detect them or not. You are people, ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് അവര് രോഗാതുരതയോട് വരുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് അവർ തെറ്റല്ല, അവർ വന്നിട്ട് നമ്മുടെ തെറ്റല്ല, അവരിവിടെ വരുന്നു. സോ ദാറ്റ് അത് നേരത്തെ കണ്ടെത്തി മറ്റുള്ളവർക്ക് പടരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള ഫസ്റ്റ് കാര്യം. സോ ദ നമ്പർ ഓഫ് കേസസ് ഇസ് നോട്ട് ദ തിങ്, നമ്പർ ഓഫ് ലോക്കൽ കോൺടാക്ട് ഇൻ ദം ആൻഡ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് ഈസ് സംതിങ് വിച്ച് ഈസ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വെച്ചാൽ ആളുകൾ വരുന്ന മിക്കവാറും സ്ഥലങ്ങളിൽ രോഗം വളരെ മൂർച്ഛിച്ചു വരുന്നവരുണ്ട്. അപ്പൊ അവര് ഇവിടെ എപ്പോൾ തന്നെ മരണപ്പെടുന്ന സംഭവമുണ്ട്. ഇതല്ലേ. But numbers of നോക്കുന്നത്, we only thing is that whether we have that indicating that we are able to detect the cases. അതായത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഓവർവെൽഡ് ആവുന്ന പോലത്തെ കേസസ് ഇല്ല അല്ലേ? ഇത്രയും കൂടുതൽ കേസസ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, ബിക്കോസ് യു വെർ ഇൻ TV ആൻഡ് പീപ്പിൾ, ഇപ്പൊ ഇത്രയും കുറെ നല്ല കാര്യങ്ങൾ പബ്ലിക് ഹെൽത്ത് സിസ്റ്റമും നമ്മുടെ ഗവൺമെന്റും എല്ലാം ചെയ്യുന്നു, ആൻഡ് ഈവൻ ദ പീപ്പിൾ എന്നുവെച്ചാൽ ഈ ലോക്കൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പല ആശാ വർക്കേഴ്സും മറ്റേവരും കുടുംബശ്രീയും എല്ലാവരും ഇൻവോൾവ് ആണ്. പക്ഷെ എന്നാലും കുറെ നെഗറ്റീവ് ന്യൂസ് തപ്പിപ്പിടിച്ച് പറയുന്നുണ്ടല്ലോ. ഡു യു തിങ്ക് ദാറ്റ് ജേർണലിസ്റ്റുകൾക്ക് they need to be more scientifically tempered or കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം one thing is that we may be the people who have to face the maximum number of negative criticism, obviously, and that is the beauty of democracy. Every day നമ്മളോട് പറഞ്ഞാൽ everything, if one single case of every death, when we save thousands of deaths, every single death is seen as a medical negligence. വൻ വീഴ്ച, ഒരു മരണം സംഭവിച്ചിരിക്കുന്നു, വൻ വീഴ്ച, അതാണ് ഫസ്റ്റ് വാർത്ത. ആംബുലൻസ് വരാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം. കോട്ടയത്ത് ഒരാൾ ടെസ്റ്റ് പോസിറ്റീവ് ആയപ്പം കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ ചാനലില് വാർത്ത എന്ന് പറഞ്ഞാല് അരമണിക്കൂറായി ഇതുവരെ ആംബുലൻസ് എത്തിയിട്ടില്ല എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പൊ ഞാൻ ചർച്ചയിലുണ്ട്, ഞാൻ ചോദിച്ചു എത്ര മണിക്കൂറുള്ള ആംബുലൻസ് എത്തേണ്ടത്? There should be when you say that there should be a standard. ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ, ആംബുലൻസ് ഉണ്ട്, അതിന്റെ അകത്ത് PPE ഇട്ടിട്ട് അവരോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞ് ഡയഗ്നോസ് ചെയ്തതിനു ശേഷം അവർ തയ്യാറെടുക്കണം, ആശുപത്രി തയ്യാറെടുക്കണം, ഈ സംവിധാനം തയ്യാറെടുക്കണം. എന്താണ് അരമണിക്കൂറിൽ ആംബുലൻസ് വന്നില്ല? ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു, അത് ഞാൻ പറയുകയും ചെയ്തു. ലോകത്ത് എവിടെയെങ്കിലും COVID-19 ടെസ്റ്റ് പോസിറ്റീവായി, യു ആർ അസിംപ്റ്റമാറ്റിക്, എവിടെയാണ് ആംബുലൻസ് കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടു ഇവിടെ എത്തിക്കുന്നത്? നമ്മളോടെല്ലാം വീട്ടിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ പറയാം. ദാറ്റ് ഈസ് ലോകത്ത് പല സ്ഥലത്തും അങ്ങനെയാണ്. ലോകാരോഗ്യ സംഘടന പോലും പറയുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഐസിഎംആർ പറയുന്നത് അങ്ങനെ ചെയ്യാനാണ്.
നമ്മൾ ഇവിടെ ആംബുലൻസ് പോയി കൂട്ടിക്കൊണ്ടുവരുന്നു. ആൻഡ് നൗ ദേ ആർ സീയിങ് ദാറ്റ് ആംബുലൻസ് ലേറ്റ് ആയി എന്ന്. വാട്ട് ഈസ് ദ ലേറ്റ്? അരമണിക്കൂർ ലേറ്റ് ആയി എന്നുള്ളത്. സോ എവറി ടൈം ദർ ഇസ് വൻ വീഴ്ചകളും വൻ ആശങ്കകളും മാത്രം നോക്കി നടക്കുന്ന, അതിന് മാത്രം മാർക്കറ്റിലുള്ള ഒരു സ്ഥലമാണ് കേരളം. അതൊരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അതിനോട് അക്കസ്റ്റമായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ വൻ വീഴ്ച എന്ന് പറയുന്നത് ഇന്നത്തെ വൻ വീഴ്ച 118 കേസ്. അപ്പൊ അതിലെ വീഴ്ച എന്താ? അതിൽ അപ്പൊ കോണ്ടാക്ട് ഇത്ര 4 പേര്. 4 പേര് കോണ്ടാക്ട് ഉണ്ടായിട്ട് 114 പേര് പുറത്തുനിന്ന് വന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ അതെങ്ങനെ വൻ വീഴ്ച ആവുക? അല്ല, അത് വൻ വീഴ്ചയല്ലേ? 118 പേരുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? ആള് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരണ്ടേ? അല്ല, അത് കൊണ്ടുവരണം. അല്ല, അപ്പം കേസ് കൂടൂലേ? അത് കൂടും. അപ്പൊ അത് വൻ വീഴ്ചയല്ലേ? നമ്മളെന്തൊക്കെ പറയണ്ടേ? അതാണ് ഒരു കാര്യം. അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ടെക്നിക്കലി ഇപ്പം അഷീല് ചാനലിൽ ഞാൻ കാണുമ്പോൾ യു ടോക്ക് അബൌട്ട് R നമ്പർ മറ്റേതെല്ലാം അത് മനസ്സിലാക്കാനുള്ള അതാണ് നമ്മൾ പറയുന്നത്. അതാണ് ഒരു ലോജിക്ക്. കേരളത്തിൽ എത്ര എല്ലാരും സംസാരിക്കുമ്പോ ഞാൻ പറയാ ബേസിക് റീപ്രൊഡക്റ്റീവ് നമ്പറും ഇതെന്താ ലോക്കൽ സ്പ്രെഡ്, കമ്മ്യൂണിറ്റി സ്പ്രെഡ്, പിന്നെ ട്രൂനാറ്റ്, ആന്റിജൻ ടെസ്റ്റ്, ആന്റിബോഡി ടെസ്റ്റ്, ഇത്ര ഏത് സ്ഥലത്ത് ആര് സംസാരിക്കുന്ന ഇത്രയും ഇങ്ങനെ സംസാരിക്കുന്ന മറ്റൊരു പോപ്പുലേഷൻ ഉണ്ടാവോ? ഇന്ത്യയിൽ എവിടെ പോപ്പുലേഷൻ? ആരോട് ചോദിച്ചാലും. ഞാൻ കഴിഞ്ഞ ദിവസം ബർഖാദത്ത് ഇവിടെ വന്നതിന് ശേഷം ബർഖാദത്ത് കാസർഗോഡ് പോയിട്ട് അവിടെ ചുമ്മാ അവർക്ക് ലൈവ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അവരോട് ചോദിച്ച് ഇവർക്ക് ക്യാമ്പ് ചോദിച്ചു. ഒരു അപ്പൂപ്പനോട് ചോദിച്ചു, ഇത് ഹിന്ദിയിലാണ് ചോദിച്ചത്. ആക്ച്വലി ഹിന്ദിയിൽ ചോദിച്ചു, ഇതിന് എന്താന്ന് പറയുന്നു ചോദിച്ചു. എന്താ ഈ COVID-19 കാര്യത്തിൽ എന്താണ് ഇത് ചോദിച്ചപ്പം ബ്രേക്ക് ദ ചെയിൻ. അയാൾ പറഞ്ഞത് ബ്രേക്ക് ദ ചെയിൻ. ഞാൻ വെച്ചാൽ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ വരെ എത്തിയെന്നും അയാളോട് എന്താണ് COVID-19 കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചു. ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുകയും മാസ്ക്, സോപ്പ്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യണമെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായും ചെയ്തിട്ടുണ്ടെങ്കിൽ that's a level of communication, that's a level of discussion that at least 500 discussions have occurred. നമ്മൾ നോക്കുകയായിരുന്നു in various channels നോക്കിയിട്ട് there is more than 500 discussions which has actually occurred on COVID-19 these days, which is obviously അതിന്റെ എല്ലാ ആംഗിളുകളും വളരെ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they also know പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ വൻ വീഴ്ച വന്നു എന്നുള്ള സാധനം പറഞ്ഞാൽ മാത്രമേ വാർത്തക്ക് ഇതുള്ളൂ. ആശുപത്രിയിൽ ആള് രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വാർത്തയല്ല. So they say that we argue that all these things happen. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ടു പബ്ലിക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ you can say that. Humanity is ഇപ്പം പറഞ്ഞ പോലെ ലോകത്ത് കഴിഞ്ഞ ഇപ്പം പല സ്ഥലങ്ങളിലും ഇപ്പം യുദ്ധത്തിന്റെയും മറ്റേന്റെയും അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബട്ട് യു നീഡ് ടു നോ ദാറ്റ് കഴിഞ്ഞ സ്പാനിഷ് ഫ്ലൂ 1918 സ്പാനിഷ് ഫ്ലൂ ഉണ്ടായപ്പോൾ നമ്മൾ സ്കൂളുകളിൽ ഒരിക്കലും സ്പാനിഷ് ഫ്ലൂയെ കുറിച്ച് പഠിക്കാറില്ല. പക്ഷെ ലോകമഹായുദ്ധത്തെ കുറിച്ച് പഠിക്കും. 1919 അവസാനിച്ച ലോകമഹായുദ്ധത്തെ കുറിച്ച് പഠിക്കും. 1918-19 സ്പാനിഷ് ഫ്ലൂ കൊന്നതിന്റെ പകുതിയുടെ പകുതി പോലും ലോകമഹായുദ്ധത്തിൽ. ബട്ട് വി ഡോണ്ട് നോ സ്പാനിഷ് ഫ്ലൂ. സ്പാനിഷ് ഫ്ലൂ ഉണ്ടാക്കിയ ദുരന്തമുണ്ട്. For history, you have to learn from history. You have to don't take chance with virus, and the only meaningful war is happening between disease and human beings. And the rest everything we can argue. So, so let's fight against this. Let's break the chain. Thank you. Thank you for watching the show. I hope you liked it. ഒരു റിക്വസ്റ്റ് ഉണ്ട്. പിണറായിക്കാരി യൂട്യൂബ് ചാനൽ subscribe here, and also don't forget to click the bell icon so that you get notifications for my future videos. So I'll be back with another episode next week. Till then, stay safe, take care, and goodbye. Lal Salam.